വയനാട് ദുരന്തം കഴിഞ്ഞ ജൂലൈ 30 പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ലോകമറിഞ്ഞത്. അപ്പോൾ മുതൽ തുടങ്ങിയ രക്ഷാദൗത്യവും തെരച്ചിലും ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാന സർക്കാർ സംവിധാനമാകെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ലഭിച്ചു. ഈ സംഭവം അറിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും വയനാടുണ്ടായ മഹാദുരന്തത്തിൽ നിന്നും അതിൻ്റെ ആഘാതത്തിൽ നിന്നും മോചിതമാകാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയ വയനാടിലെ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനാണ് പിണറായി സർക്കാർ ആവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പണം സമാഹരിക്കുക, ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്യുക എന്നുള്ള CPM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് അങ്ങേയറ്റം ഹൃദയപൂർവ്വം ഏറ്റെടുക്കുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ജനപ്രതിനിധികളായിട്ടുള്ളവർ അവരുടെ 1 മാസത്തെ ഓർഡിനറിയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൂടിയിൽ കൊടുക്കണമെന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി 24,56,825 രൂപയും പാർട്ടി ഘടകങ്ങൾ, പാർട്ടി ബ്രാഞ്ചുകൾ, ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, പാർട്ടി ജില്ലാ കമ്മിറ്റി അങ്ങനെ പാർട്ടി ഘടകങ്ങളിലൂടെ പണം സമാഹരിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് 27,24,000 രൂപ പാർട്ടി ഘടകങ്ങളിലൂടെ സമാഹരിക്കാൻ കഴിയും. അങ്ങനെയാകെ പാർട്ടി ഘടകങ്ങളിലൂടെ 51,80,825 രൂപയും പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ വിഹിതമായ 5 ലക്ഷം രൂപയും ഉൾപ്പെടെ 56,80,825 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രവർത്തനത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇനിയും ഇതിൻ്റെ ദൗത്യ പ്രവർത്തനം എന്ന രൂപത്തിൽ വരുന്ന ഓഗസ്റ്റ് മാസം 10, 11 തീയതികളിൽ 2042 പാർട്ടി ബ്രാഞ്ചുകളിലും പാർട്ടി നേതാക്കന്മാർ, ജനപ്രതിനിധികൾ എല്ലാവരും ഭവന സന്ദർശനം നടത്തി ഓരോ ആളുകളോടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഫണ്ട് നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പരിപാടി പ്ലാൻ ചെയ്തിരിക്കുക. അതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പരിപാടിയാണ് പാർട്ടി നേതൃത്വം നൽകി സംഘടിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വർഗ സംഘടനയും വികസന സംഘടനയും എല്ലാം അവർക്ക് സാധ്യമായ എല്ലാ മേഖലകളിലേക്കും പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതരായിട്ടുണ്ട്. പാർട്ടിയെ ഈ ദൗത്യത്തിൽ പങ്കെടുക്കാനും വിജയിപ്പിക്കാനും വേണ്ടി മുന്നോട്ട് വന്ന എല്ലാ സഖാക്കളെയും പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തതിനോടൊപ്പം വരുന്ന ഓഗസ്റ്റ് മാസം 10, 11 തീയതികളിൽ ഭവന സന്ദർശനം നടത്തി CPMൻ്റെ പ്രവർത്തകന്മാർ എല്ലാ ജനവിഭാഗങ്ങളെ സമീപിക്കുമ്പോൾ അകമഴിഞ്ഞ പിന്തുണയും സഹായവും നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പാർട്ടി സഖാക്കളെ അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് 2042 പാർട്ടി ബ്രാഞ്ചുകളിൽ ആ 2042 സ്ക്വാഡുകൾ ഈ 2 ദിവസക്കാലം ജില്ലയിലെ ഓരോ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശനം നടത്തി ആ സന്ദർശനത്തിലൂടെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ മുഴുവൻ സഖാക്കളും അണിനിരക്കണം എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു.